9ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസിലെ സെക്കൻഡ് ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ആ ലെസണാണ് ഇന്ന് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചുറ്റും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ കാണാൻ പറ്റും അല്ലേ? പല ടൈപ്പ് ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നേരത്തെ ലെസണിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റമാണ്, മോളിക്യൂൾസ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ ഒബ്ജക്ട്സും എല്ലാ സബ്സ്റ്റൻസിലും ആറ്റംസ് ഉണ്ടെന്നുള്ള കാര്യം പഠിച്ചല്ലോ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മോളിക്യൂൾസ്, ആറ്റംസ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് 2 ടൈപ്പ് സബ്സ്റ്റൻസ് എലമെൻറ്റ്സ് ഉണ്ട്, കോമ്പൗണ്ട്സ് ഉണ്ട്. എങ്ങനെയാണ് ഈ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതെന്നുള്ള കാര്യവും നേരത്തെ പഠിച്ചാണ്. കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ പർട്ടിക്കുലർ റേഷ്യോ. ഒരു പർട്ടിക്കുലർ റേഷ്യോയിൽ എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നതെന്നുള്ള കാര്യവും പഠിച്ചതാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ആറ്റംസ് ജോയിൻ ചെയ്തൊരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയായിരിക്കും മോളിക്യൂൾസ് ജോയിൻ ചെയ്ത് നിൽക്കുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ഈ ലെസണിൽ ഡിസ്കസ് ചെയ്യാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് സ്റ്റെബിലിറ്റി. നമുക്കറിയാം ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ് മോളിക്യൂൾസ് ആയിട്ട് നിൽക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്ത് എങ്ങനെ മോളിക്യൂൾസ് ആയിട്ട് ഫോം ചെയ്ത് നിൽക്കുന്നത്. നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോളിക്യൂളുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഓക്സിജൻ മോളിക്യൂളായിട്ടാണ്, O2 ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഒരു 18 ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഉണ്ട്. പീരിയോഡിക് ടേബിളിൽ ഏത് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ആണ്? 18th ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഈ 18th ഗ്രൂപ്പുകാരുടെ പ്രത്യേകത എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഈ 18th ഗ്രൂപ്പുകാരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നോബിൾ ഗ്യാസസ്. 18th ഗ്രൂപ്പുകാരെ നമ്മൾ പറയുന്ന പേരാണ് നോബിൾ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസ്. നോബിൾ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ്. എന്തുകൊണ്ടായിരിക്കാം ഇവരെ നമ്മൾ നോബിൾ ഗ്യാസസ് എന്നും ഇനേർട്ട് ഗ്യാസസ് എന്നൊക്കെ വിളിക്കുന്നത്? നമുക്ക് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം 18th ഗ്രൂപ്പ് എലമെൻസിനെ ആരാണ്? നോബിൾ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ് എന്നാണ് നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇവ നോബിൾ ഗ്യാസസ് എന്നോ അതിൻ്റെ സ്റ്റെബിലിറ്റി എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് ഓരോ എലമെൻസിൻ്റെയും ആറ്റോമിക് നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിയും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഫസ്റ്റ് എലമെൻറ്റ് നമ്മുടെ 18th ഗ്രൂപ്പിലെ എലമെൻ്റ് ആണ് ഹീലിയം. ഫസ്റ്റ് എലമെൻ്റ് ഏതാണ്? 18th ഗ്രൂപ്പിലെ ഹീലിയം. ആറ്റോമിക് നമ്പർ എത്രയാണ് നമ്മുടെ ഹീലിയത്തിൻ്റെ? ആറ്റോമിക് നമ്പർ 2. അപ്പോൾ നമ്മുടെ ഇനേർട്ട് ഗ്യാസിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് ഏത്? ഹീലിയം. ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 2. ഇനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിഞ്ഞാലോ. നമുക്കറിയാമല്ലേ KLMN 4 മെയിൻ ഷെല്ലുകളുള്ളതെന്ന്. അപ്പോൾ മെയിൻ ഷെല്ലിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരുന്നു? 2. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. ഒരു ഷെല്ലിൽ നമുക്ക് ആ 2 ഇലക്ട്രോണിനെ ചെയ്യാം. ഇനി അടുത്ത എലമെൻ്റ് ആരാണ്? നമ്മുടെ ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസസിലെ സെക്കൻഡ് എലമെൻ്റ് നമ്മുടെ നിയോണാണ്. നമ്മുടെ സെക്കൻഡ് എലമെൻ്റ് നിയോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആറ്റോമിക് നമ്പർ എത്രയാണ്? 10. നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 10. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയായിരിക്കും എഴുതുന്നത്? നമ്മൾ ഫസ്റ്റ് നമ്മുടെ K ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും? 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ബാക്കി എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ഇവിടെ? 2 എണ്ണം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 8 ഇലക്ട്രോൺസ്. അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ നമുക്ക് ഉൾപ്പെടുത്താം? 8. അപ്പോൾ നിയോണിൻ്റെ ആറ്റോമിക് നമ്പർ 10 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2, 8. നെക്സ്റ്റ് എലമെൻറ്റ് ആർഗൺ. എത്രയാണ് ആറ്റോമിക് നമ്പർ?
18. ആർഗൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 18. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത്? ഞാനിപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത, നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞാൽ ഓരോന്നും എഴുതുന്നത് എങ്ങനെയാണെന്നുള്ളത്. 18 എഴുതുമ്പോൾ എങ്ങനെയാണ്? 2 8 എങ്ങനെ വരും? 2 8 8 2 8 8. The electronic configuration of argon 18 2 8 8. Next element krypton. എത്രയാണ് ആറ്റോമിക് നമ്പർ? 36. എത്രയാണ് ആറ്റോമിക് നമ്പർ? 36. നമ്മൾ എങ്ങനെ എഴുതുക? 2 പോയി അടുത്തത് 8 വന്നു, 2 8 10 പിന്നെ എത്ര ഇലക്ട്രോണിനെ നമുക്ക് അടുത്ത ഷെല്ലിൽ അക്കോമഡേറ്റ് ചെയ്യാം? 18 ഇലക്ട്രോൺസിനെ അല്ലേ? അപ്പം 2 8 18 ആയി. അപ്പം എത്രയായി? 2 8 2 + 8 10 10 + 10 20 20 + 8 28 ആയി. ഇനി എത്ര എണ്ണം കൂടി ഉണ്ട്? 8 ഇലക്ട്രോൺസും കൂടി ഉണ്ട്. അപ്പോൾ 28 + 8 ഉണ്ടോ? അപ്പോൾ helium atomic number 2, number of electrons, electronic configuration 2, neon 10, electronic configuration 2 8, then argon 18, electronic configuration 2 8 8, then krypton 36, then electronic configuration 2 8 18 8. ഇനി അടുത്ത എലമെന്റ് ആരാണ്? നമ്മുടെ സിനോൺ. ആരാണ് നമ്മുടെ അടുത്ത എലമെന്റ്? സിനോൺ. എത്രയാണ് ആറ്റോമിക് നമ്പർ? 54. അറ്റോമിക് നമ്പർ 54. നമ്മൾ എങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം? 2 8 2 + 8 10 ആയി അല്ലേ? നെക്സ്റ്റ് എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാം നമുക്ക്? 18. അപ്പോൾ എത്രയായി? 10 + 18. 10 + 8 18 എന്ന് പറയുമ്പോൾ എത്രയായി? 10 + 10 20 28 ആയി അല്ലേ? പിന്നെയോ 2 + 8 10 10 + 10 20 28 28 + 10 38 38 + 8 46. Then 46 + 8 54. അപ്പോൾ സിനോൺ atomic number 54, then 2 8 18 18 8. Then next element radon Rn. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ആറ്റോമിക് നമ്പർ റെഡോൻ്റെ? 86. ആറ്റോമിക് നമ്പർ 86. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുക? ആദ്യം 2, അടുത്ത ഏതാ വരുന്നത്? 8. അപ്പോൾ എത്രയായി? 2 + 8 10, then 18 ആയി. അപ്പോൾ എത്രയായി? നെക്സ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോണിനെ മാക്സിമം എത്ര ഇലക്ട്രോണിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? 32. ടോട്ടൽ നോക്കി. 10 10 + 10 20 20 + 8 28 28 + 32. 28 + 32 എന്ന് പറയുമ്പോൾ എത്രയായി? 28 + 32 60. Then 88. ഇതാണ് നമ്മുടെ റേഡോണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ നോബിൾ ഗ്യാസസ്, ഇനേർട്ട് ഗ്യാസ് ഓർ ഇനേർട്ട് ഗ്യാസ്, ഏതെങ്കിലും രണ്ട് പേരിൽ പറയുന്നുണ്ട്. നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് എലമെൻ്റ് ഏതാണ്? നമ്മുടെ ഹീലിയം. ആറ്റോമിക് നമ്പർ 2, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതായത് ഹീലിയത്തിന് എത്ര ഷെല്ലേ ഉള്ളൂ? ആകെ ഒരു ഷെല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് 2. ദെൻ അടുത്തത് നിയോൺ നമ്മുടെ 10 2 8, ദെൻ ആർഗൺ 18 2 8 8, then krypton 36 2 8 18 8, then xenon 54 2 8 18 18 8,
then radon 86, 2, 8, 18, 32, 18, 8. ഇനി നിങ്ങൾ ഈ ടേബിൾ നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്തൊരു പ്രത്യേകത തോന്നുന്നത്? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺ നോക്കുക, ഏതൊഴിച്ച് നമ്മുടെ ഹീലിയം ഒഴിച്ച് ബാക്കി എല്ലാത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നോക്കിക്കേ. നമ്മുടെ നിയോണിൻ്റെ കേസിൽ ഏതാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് 8. ദെൻ ആർഗൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് 8. ദെൻ ക്രിപ്റ്റോൺ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് 8. ദെൻ അടുത്തത് നമ്മുടെ സിനോണിൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഈസ് 8. ദെൻ റെഡോൺ number of electrons in the outermost shell is 8. ഏത് ഇനേർട്ട് ഗ്യാസിൻ്റെ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസിൻ്റെ ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൻ്റെ ലാസ്റ്റത്തെ ഷെല്ല്, അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 ആയിരിക്കും. ആരെ ഒഴിച്ച്? നമ്മുടെ ഹീലിയം ഒഴിച്ച്. കാരണം ഹീലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. അത് ഒറ്റൊരു ഷെല്ലേ ഉള്ളൂ. ആ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ആ 2 ഇലക്ട്രോണും ആ ഒരൊറ്റ ഷെല്ലിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്തു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്പെഷ്യാലിറ്റി? ഈ ഗ്രൂപ്പുകാർ നമ്മൾ എന്താന്ന് പറയും? ഇവർ സ്റ്റേബിളാന്ന് പറയും. എന്താന്ന് പറയും? സ്റ്റേബിളാണ്. ഇനേർട്ട് ഗ്യാസസ് ഓർ നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെയായിരിക്കും? സ്റ്റേബിളായിരിക്കും. അപ്പോൾ എന്തായിരിക്കും നമുക്ക് ഇതിനൊരു ഡെഫിനിഷനായിട്ട് കൊടുക്കാൻ പറ്റുക? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി 8 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആറ്റംസ് ആർ കോൾഡ്. ഒരു പേര് നമ്മൾ പറയും ഇവരെ. എന്താണെന്നറിയാമോ? ഏറ്റവും പുറമത്തെ ഷെല്ലിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? 8 ആണ്. അപ്പോൾ 8ന് നമ്മളൊരു ഒക്ടെക്ട് റൂൾ എന്നാണ് നമ്മൾ പറയുക. എന്താണ്? ഒക്ടെക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒക്ടെക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏറ്റവും പുറമത്തെ ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണെങ്കിൽ അത് എന്താണ്? സ്റ്റേബിളാണ്. ഔട്ടർ മോസ്റ്റ്, ഒന്നുകൂടി ഞാൻ പറയാം, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ്, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് 8 ആണെങ്കിൽ അതെന്താണെന്ന് നമുക്ക് പറയാം? സ്റ്റേബിളാണ്. ഈ ഹീലിയത്തിൻ്റെ കേസിലും നമുക്ക് എന്ത് പറയാം? ഹീലിയവും സ്റ്റേബിളാണ്. എന്തുകൊണ്ടാണ്? അതിനൊരു ഒറ്റൊരു ഷെല്ലേ ഉള്ളെങ്കിലും ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസേ ഉള്ളൂ? 2 ഇലക്ട്രോൺസേ ഉള്ളൂ അല്ലേ? ആ 2 ഇലക്ട്രോൺസ് ആരിലുണ്ട്? ഹീലിയത്തിലുണ്ട്. അതുകൊണ്ട് ഹീലിയം എന്താണ്? സ്റ്റേബിളാണ്. സോ ദ നോബിൾ ഗ്യാസസ് ഓർ ഇനേർട്ട് ഗ്യാസസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രൂപ്പുകാർ എന്താണ്? സ്റ്റേബിളാണ്. ഇപ്പോൾ നോബിൾ ഗ്യാസസിൽ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസസിൽ ഏറ്റവും പുറമത്തെ ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 8 ആയിരുന്നു അല്ലേ? എല്ലാ എലമെൻസിൻ്റെ ഒരു എലമെൻറ്റ് മാത്രമേ അല്ലാത്തുള്ളൂ. ഏതാണ്? നമ്മുടെ ഹീലിയം. പക്ഷേ അത് 2 ആണ് ഞാൻ പറഞ്ഞു. അത് ഒരൊറ്റ ഷെല്ലേ ഉള്ളൂ. മാക്സിമം 2 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതും എന്താണ്? സ്റ്റേബിളാണ്. അപ്പോൾ ഈ റൂളിന് പറയുന്ന പേരാണ് ഒക്ടെക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒക്ടെക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്താണ് ഒക്ടെക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ? ദ അറേഞ്ച്മെൻറ്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദി outermost shell of an atom is called octet electronic configuration. എങ്ങനെയാണ്? The arrangement of 8 electrons. Arrangement of 8 electrons in the outermost shell of. എവിടെയാണ്? outermost ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള അല്ലേ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ളത് എന്ത് റൂളെന്നാണ് നമ്മൾ പറയുന്നത്? ഒക്ടെക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. The arrangement of 8 electrons in the outermost shell of an atom is called octet electronic configuration. അപ്പോൾ ഈ ഒക്ടെക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ്? ആറ്റം സ്റ്റേബിളാണ്. ഒക്ടെക്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വന്നാൽ ആറ്റം സ്റ്റേബിളാണ്. അല്ലാതെ ഒരെണ്ണം നമ്മൾ കണ്ടു ഹീലിയം, പക്ഷേ എന്ത് മാത്രമേ ഉള്ളൂ? ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉള്ളൂ. അതും എന്താണ്? സ്റ്റേബിളാണ്. അതുകൊണ്ട് ഇവരുടെ ഒരു പ്രത്യേകത, നമ്മുടെ ഇനേർട്ട് ഗ്യാസസ് ഓർ നോബിൾ ഗ്യാസസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർക്ക് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഇവർ സ്റ്റേബിളാണ്.
സ്റ്റേബിൾ ആണെങ്കിൽ ഇവർക്ക് കെമിക്കൽ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങൾക്ക് 50-ൽ 50 മാർക്സ് കിട്ടി, നിങ്ങൾക്ക് കമ്പോസിഷൻ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേസമയം 50-ൽ 25 മാർക്സ് കിട്ടിയില്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ത് വരും? ഇമ്പോസിഷൻ എഴുതാൻ പറയൂ അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ കെമിക്കൽ റിയാക്ഷൻ്റെ കേസിലും എന്ത് തന്നെയാണ്, ഈ സ്റ്റേബിൾ ആയതുകൊണ്ട് ഇതിന് ഏതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണ്ട. കാരണം ഞങ്ങൾ സ്റ്റേബിളാണ്. അപ്പോൾ 50-ൽ 50 കിട്ടി ഒരാൾ എങ്ങനെയായിരിക്കും? ഞാൻ മിടുക്കനാന്ന് പറയില്ലേ? അതുപോലെ തന്നെ ഇവരും എങ്ങനെയാണ്? സ്റ്റേബിളാണ്. അതുകൊണ്ട് ഇവർക്ക് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കണ്ട. അല്ലാത്ത എലമെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ചില എലമെൻറ്റ്സിനെ കുറിച്ച് കൂടി കൂടുതലായിട്ട് പഠിക്കാം.